കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അനേക ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവർ ഇന്ന് സത്യദൈവത്തെ അറിയാതെ, ദൈവം ആരെന്ന് ചോദിച്ചാൽ പോലും പറയാൻ അറിയാതെ ഇന്ന് അനേകർ അതിൽ നിന്ന് മാറി നടക്കുകയാണ്. ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അതൊരു വേറൊരു വിഷയമാണ്. ആരും അതിനൊരു ശരിയായ മറുപടി പറയുന്നില്ല. പക്ഷേ ഇതാ ഇവർ തന്നെ പറയുന്നു, ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞവരാണെന്ന് രായ്ക്ക് രാമായണം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ചിന്തക്കായിട്ട് നമ്മളൊരു വേദവാക്യം വാക്കിയാണ് 1 യോഹന്നാൻ 5:20. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തു തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഇതാണ് അവിടുത്തെ വാക്യം. അപ്പോൾ ഇവിടെ വന്നത് ആരാണ്? ദൈവപുത്രനാണ് വന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. ദൈവപുത്രനാണ് ഇവിടെ വന്ന് ജനങ്ങളുമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുമായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ യോഹന്നാൻ അപ്പോസ്തലനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ സത്യദൈവത്തെ അറിയുവാനുള്ള ഒരു വിവേകം നമുക്ക് തരുവാനായിട്ടാണ് ദൈവപുത്രൻ വന്നത് ആരാണ്? ദൈവപുത്രനാണ്. ആ വാക്യത്തിന് പറയുന്നു, നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകും. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകും. അപ്പോൾ കർത്താവിൽ നിന്നും യേശുക്രിസ്തുവിൽ നിന്നും പഠിച്ചവർ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നിന്നും ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിൽ തന്നെയായി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനോട് ചേർന്നു. അങ്ങനെയാണല്ലോ അവർ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമേറ്റിരിക്കുന്നവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്ഥാനത്താൽ അവനോടുകൂടി കുറിച്ചിടപ്പെട്ടു എന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഈ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് വിവേകം കിട്ടിയവരെല്ലാം യേശുക്രിസ്തുവിൽ തന്നെയായി. അങ്ങനെ അറിവ് കിട്ടിയ അപ്പോസ്തലന്മാരിൽ ഒരുവനാണ് യോഹന്നാൻ. ആ യോഹന്നാൻ അപ്പോസ്തലനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നുമാണ്. അപ്പോൾ ആ വിവേകം കിട്ടിയ അപ്പോസ്തലന്മാരിൽ ഒരുവനാണ് ഇത് പറയുന്നത്. അപ്പോൾ തന്നെ ആ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. നമുക്കറിയാം, നിങ്ങൾ രണ്ടുപേരും ഒരാൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ആശയം, രണ്ടുപേരുടെ ആശയം ഒന്നായി. രണ്ടുപേരുടെ ആശയം ഒന്നാകുമ്പോൾ അവർ